നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ ആ തറവാടുമായിട്ട് അടുത്താ നാളെ അവനെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇന്ദ്രൻ ഇപ്പൊ അവളെ മോനെയും തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുക. അതെന്തിനാ അവരെ തറവാട്ടിൽ നിർത്താതെ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നേ? അവനെ അനന്തമാഷ വിളിച്ച് പറഞ്ഞു അത്രേ, അനുവിനെ മോനെ അവിടെ നിർത്തുന്നത് അപകടമാണെന്ന്. എന്തപകടം? അവിടെ എന്താ വല്ല പ്രേതബാധയുണ്ടോ? പഴയ തറവാടല്ലേ, അങ്ങനെ വല്ല പ്രശ്നം കാണുമായിരിക്കും. പ്രേതബാധയോ നാഗശാപോ എന്ത് പണ്ടാരമാണെന്ന് ആർക്കറിയാനാ? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ അനുവിനും കൊച്ചിനും മാത്രമാണോ ബാധകം? ബാക്കി എല്ലാണോ അവിടെ ഉണ്ടല്ലോ. എന്റെ സംശയം അനന്തം മാഷും മരുമകൻ രഘുവും കൂടി ഇന്ദ്രനെ എല്ലാത്തിനും അകറ്റി നിർത്താൻ വേണ്ടി കളിക്കുന്ന കളിയാണെന്ന്. ഏയ്, അനുപമയും മോനെയും ഇന്ദ്രന്റെ കൂടെ അയച്ചുകൊണ്ട് അവരത് ചെയ്യില്ല. ആന്റി, ഇതേ ഇന്ദ്രന്റെ ബുദ്ധിയെ. സത്യന്റെ കല്യാണത്തിന് മുമ്പ് അനുവിനെയും മോനെയും സ്വന്തം വീട്ടിലെത്തിക്കാനുള്ള അവന്റെ ബുദ്ധി. ഇനി അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നാ കല്യാശ്ശേരി തറവാടിന്റെ അവകാശിയായി മാറിയ മരുമകളോട് തന്റെ അമ്മ അവഗണന കാണിക്കില്ലെന്ന് അവന് നന്നായിട്ടറിയാം. എന്താന്റി, അതൊരു സത്യമല്ലേ? പിന്നെ ഈ കല്യാശ്ശേരി തറവാടെന്ന് കേട്ട ഉടനെ സുശീലയുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോവല്ലേ. എന്റെ ഹർഷേ, അവള് വലിയ തറവാട്ടുകാരി ആയതുകൊണ്ടൊന്നും എനിക്കും എന്റെ മോനും ഒരു നേട്ടവും ഉണ്ടാവില്ല. അവള് വരുന്നെങ്കിൽ തറവാടിന്റെ ഷെയർ വാങ്ങിച്ചോണ്ട് വരണം. അപ്പൊ സുശീല ആലോചിക്കും അവളെ അംഗീകരിക്കണോ വേണ്ടയോ. അതിനു മുമ്പ് ഇന്ദ്രൻ അവളെ കൂട്ടിക്കൊണ്ടുവന്ന ആന്റി എന്ത് ചെയ്യും? അനന്തൻ മാഷിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഇന്ദ്രൻ അമ്മയെ തള്ളിപ്പറയുന്ന അവസ്ഥ വരുമോ ആന്റി? അതിനിട വരുത്തിക്കൂടാ ഹർഷേ. ഇന്ദ്രൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് കല്യാശ്ശേരി തറവാട്ടി പോണം. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവളെയും കൊച്ചിനെയും കൊണ്ട് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. എന്റെ മരുമകൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്റെ അനുവാദത്തോടു കൂടിയായിരിക്കണം. എങ്കിൽ സുശീല ജയിച്ചു. ഇന്ദ്രൻ ഇനി അങ്ങോട്ട് പോകുമ്പോ ആന്റി അവരുടെ ഒപ്പം പോയാ പോരെ? ഞാനിത് സൂചിപ്പിച്ചതാ, പക്ഷെ അവൻ പിടി തരുന്നില്ല. ഞാനിന്ന് സത്യസാറിന്റെ അമ്മാവന്റെ വീട്ടിൽ പോയി സത്യന്റെ കല്യാണക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് പോലും വരാൻ അവൻ തയ്യാറായില്ല. എന്റെ വാക്ക് തള്ളിക്കളയാൻ അവനിപ്പോ ഒരു മടിയില്ല ഹർഷേ. വിട്ടുകൊടുക്കരുത് ആന്റി. ഇപ്പൊ പിടിവിട്ട ഇന്ദ്രനെ ആന്റിയുടെ വഴിക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട.